കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വാചനം കൈക്കൊണ്ടു. എന്ത് നല്ല സഭയാ! സ്തോത്രം! എന്ത് നല്ല സഭയാ! ഇതായി തെസ്സലോനിക്കരുടെ വിശേഷത. അങ്ങനെയുള്ള നമുക്ക് 1 മണിക്ക് പിന്നെ അടക്കത്തെ ഭാഗമെല്ലാം വിടുക, അടുത്ത വാക്യത്തോട് ചില കാര്യം പറയണം. ദൈവത്തിന് മഹത്വം. അപ്പൊ തെസ്സലോനിക്കരുടെ ഒത്തിരി വിശേഷത, നല്ല മാതൃകാ വിശ്വാസികൾ, വിശ്വാസം വിശ്വപ്രസിദ്ധം, കഷ്ടങ്ങൾ ഒത്തിരി സഹിച്ചാലും സന്തോഷത്തോടെ വചനം കൈക്കൊള്ളും. മാത്രമാണോ നല്ല വേർപാട് പാലിച്ചവരാ. മോളെ 9-10 വാക്യം ഇതുകൂടെ പറഞ്ഞ ആ ഭാഗം വിടാം. 9-10 വാക്യം 1-ന്റെ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു വന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഉയർപ്പിച്ച് പുത്രൻ തന്റെ വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുവിക്കുന്നതിനുമായി യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ മതി നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് എന്ന് പറഞ്ഞാൽ തെസ്സലോനിക്ക വിശ്വാസികൾ വേർപാട് പാലിക്കുന്നവരാ. ഇവരിൽ സിംഹഭാഗം ആൾക്കാർ ജാതീയ പശ്ചാത്തലത്തിൽ ഈ മാർഗത്തിൽ വന്നതാണ്. അപ്പൊ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് തിരുവചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്ന ഇവരുടെ വേറൊരു വിശേഷത, ഇവർ കർക്കശമായി വേർപാട് പാലിച്ചു. വിഗ്രഹങ്ങളെ വിട്ടു എന്ന് പറഞ്ഞാൽ നേരത്തെ ആചരിച്ചതും അനുഷ്ഠിച്ചതും പിന്തുടർന്നതും ആയ പാരമ്പര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വിട്ടു. പെന്തക്കോസ്ത് ആൾക്കാർ ഇപ്പോഴും വിട്ടെന്നും പറഞ്ഞാൽ ഈ തത്ത തലയാട്ടം പോലെ തലയാട്ടുന്ന വിട്ടിട്ടില്ല. 28 കെട്ടണമെന്ന് ആഗ്രഹമുള്ള പെന്തക്കോസ്തുകാരുണ്ട്. മോനൊരു കുഞ്ഞുണ്ടായി, മോക്കൊരു കുഞ്ഞു ഉണ്ടാകാതിരുന്നൊരെണ്ണം ഉണ്ടായതാ. സ്വാമി നീ പൊന്നരിഞ്ഞാണം ഒന്നും കെട്ടിയില്ലേലും ഒരു ചരടെങ്കിലും കുഞ്ഞിന്റെ ദേഹത്തൂടെ കൈ ഓടിക്കുമ്പോൾ ഒരു തട്ടും തടയില്ലാതെ ഇങ്ങനെ അങ്ങ് പോകുന്നു. അതുകൊണ്ടൊരു ചരടെങ്കിലും അമ്മ ചെയ്തെന്നു ഞാൻ പറഞ്ഞു. ഈ കയറിക്കൊണ്ടാളി ആ വഴക്കൊണ്ടോന്ന് ചോദിക്കുന്നത് ചെയ്യുന്നവരുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട സഭയിൽ വന്ന് തിരുമേശ എടുക്കുന്നവരോടാ ഇപ്പൊ പറയുന്നത്, മറ്റുള്ളവരോടല്ല. അവരെ ഒഴിച്ചു നിർത്തിയേച്ച് അകത്തുള്ളവരോടാ ഇപ്പൊ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ വീട്ടിലുണ്ട്, ഇപ്പോഴും വലത്തുകാല് വെച്ച് ഇവിടെ 2 കാലം ദൈവം തന്നതല്ലേ. വലത്ത് മാത്രമേ നല്ലത്, മറ്റേ കാല് വേണ്ടായിരുന്നല്ലോ, ഒരു കാലം നടന്നാ പോരായിരുന്നു. ഇത് രണ്ടും നല്ലതല്ലേ, അവിടുത്തെ സൃഷ്ടിയല്ലേ. ഈ ശരീരത്തിലുള്ള എല്ലാ അവയവവും പ്രയോജനമുള്ളതാ. കൊടുത്ത് ബൈബിള് കൊടുത്ത് എന്തായാലും ചടങ്ങ് ഇതൊക്കെ മനസ്സിലാകുന്നില്ല. സ്തോത്രം. ഇവരാ തെസ്സലോനിക്കരെല്ലാം അങ്ങ് വിട്ടു. ഇപ്പോഴും കല്യാണം കഴിഞ്ഞ് പെന്തക്കോസ്തുകാർ കേക്ക് മുറിക്കുകയല്ലേ. 3 നില കേക്ക് വെച്ച് ചിലയിടത്ത് ചില പാസ്റ്റർമാര് ഇപ്പോൾ കേക്ക് മുറിക്കുന്ന ശുശ്രൂഷകൾ. അതെവിടുത്തെ ശുശ്രൂഷയാടാ? അങ്ങനെ ശുശ്രൂഷ പത്രത്തിലുണ്ടോ? കേക്ക് മുറിക്കുന്ന, എന്നിട്ട് ഉപദേശയുടെ വെള്ളം ഊറി നിൽക്കുക വായി നോക്കി. കേക്ക് മുറിക്കുന്ന ശുശ്രൂഷ, വചന ശുശ്രൂഷ എന്നുണ്ട്. അല്ല, ചിലയിടത്ത് ഉപദേശിമാരത് പറഞ്ഞില്ലെങ്കിൽ കാശുള്ള ചായന്മാരാന്ന ഉടനെ അതിലൂടെ ഞാൻ പിന്നെ വരുന്നുണ്ട്. അവിടെ ഇരിക്കും, വേറെ ഉണ്ട്, അവിടെ ഇരിക്കും. സ്തോത്രം. ഞാൻ ഉദാഹരണമായിട്ട് 1-2 കാര്യം പറഞ്ഞതാ, ഒത്തിരി ഉണ്ട്. ഇപ്പോഴും ചൊവ്വാഴ്ച നാളെ കല്യാണം നടത്താത്തവരുണ്ടല്ലോ. സ്തോത്രം.
വെളിയിലോട്ട് പ്രാർത്ഥിച്ച് അങ്ങോട്ട് ഇറങ്ങിയപ്പോ ഒരാളെ കണ്ടു, ഉടനെ അകത്തോട്ട് കയറുന്നവരുണ്ടല്ലോ. ഓ, അവനെ കണ്ടുകൊണ്ട് പോയാ പോകുന്ന കാര്യം. അത് അമ്മാമ്മയോടൊന്നും അല്ല കേട്ടോ. ഇപ്പോഴും ചെല്ലു പറയില്ല കാര്യമൊക്കെ കാര്യം. സന്ധ്യയായ തുണി അലക്കരുത്. സന്ധ്യയായ പഴയത് വിട്ടിട്ടില്ല. സമയം കിട്ടുമ്പോഴല്ലേ തുണി അലക്കുന്നേ. ജോലി ചെയ്ത് വെച്ച് വന്നപ്പോ സന്ധ്യയായി, തുണി കഴുകണ്ടേ? തങ്കമ്മേ, നമ്മളൊരു സഭയിലേക്കാ, പക്ഷെ സന്ധ്യ കഴിഞ്ഞതിലെ വെള്ളവും കോരിക്കൊണ്ട് നമ്മളൊരു സഭയിലൊക്കെ ആ കർത്തമേശൊക്കെ എടുക്കുന്നുണ്ട്, ഞാൻ നിനക്ക് ഉമ്മയും തന്നതാ, പക്ഷെ വെള്ളം കോരിക്കൊണ്ട് സന്ധ്യക്ക് ഞങ്ങളുടെ അച്ഛന് ഒട്ടും ഇഷ്ടമല്ല. പെന്തിക്കോസാ. ഇനി അമ്മാമ്മയ്ക്ക് സൂസിയുടെ കാര്യം അറിയത്തില്ല. അവൾ എന്നോട് ചെയ്ത ഉപദ്രവങ്ങള് ചെല്ലി പറയുന്ന കേട്ടില്ലേ? എന്തെല്ലാം വന്ന കാലം അവളൊന്നും അത് അമ്മയുടെ കാര്യമല്ല. ചെല്ലി പറഞ്ഞ കണ്ടോ? ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. ഇപ്പൊ അമ്മയ്ക്ക് വിശ്വാസമായോ? വല്യമേളയിരിക്കുന്നു. പെന്തിക്കോസ. നമുക്കൊരു വീട് വെക്കണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ശരിയെ വിളിച്ച സ്ഥാനം ഈ പെന്തിക്കോസുകാരൻ ചെയ്യേണ്ടത് ഉപദേശിയെ വിളിക്കണം. പിന്നെ ഇപ്പോൾ എഞ്ചിനീയർമാരൊക്കെ ഉണ്ട്, അവർക്ക് അതിന്റെ പ്ലാൻ അറിയാം. ഉപദേശിയെ വിളിച്ച് പ്രാർത്ഥിച്ച് കുറ്റി അടിച്ചേക്കണം. ഒരനർത്ഥവും നിനക്ക് വരികയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിലെടുക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിക്കാനില്ലെന്ന് യഹോവ നിന്നെ ചുറ്റി പരിപാലിക്കും. നിന്റെ വസ്തുവിന് ചുറ്റും ദൈവത്തിന്റെ കരുതല, നിന്റെ വീടിന് ചുറ്റും ദൈവത്തിന്റെ കരുതല. ശത്രുവേറിയ ദൈവദൂതന്മാരെ ദൈവം ഇറക്കും. യഹോവ ഒരു ദോഷവും തട്ടാനവണ്ണം നിന്നെ പരിപാലിക്കും. അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി കാര്യം പറയേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഇടയിൽ ഇപ്പൊ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടല്ലോ, അതുകൊണ്ട് പറയേണ്ടതായിട്ടും ഉണ്ട്. പിന്നെ എടുത്ത വാക്യത്തോടൊന്ന് കൂറു പുലർത്തണം. അപ്പൊ ഇവിടെ ഇവര് വേർപാട് പാലിച്ചു, വിഗ്രഹങ്ങളെ വിട്ടു. ഈ വിഗ്രഹം എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കുന്ന റോഡ് സൈഡിലൊക്കെ വിൽക്കാൻ വെക്കുന്ന അത് തന്നെയല്ല. കർത്താവിനേക്കാൾ ഉപരി വേറെ എന്തിനേലും സ്നേഹിച്ചാൽ അതും അങ്ങനെയാകുമ്പോ ചില പിള്ളേര് ചിലർക്ക് വിഗ്രഹമാണ്. ചിലരുടെ വിഗ്രഹം വണ്ടിയാ, വലിയ വിഗ്രഹമാണ്. ആരും വണ്ടിയെ തോടാനൊക്കത്തില്ല. ആരുടെയും വണ്ടിയുടെ ചാവി കൊടുക്കുകയല്ല. വണ്ടിയെ വേറെ ആരെ സ്തോത്രം. ഈ വെളിനാട്ടിലൊക്കെ ചിലപ്പോഴൊക്കെ പോയിട്ടുണ്ട്, ഇവരുമൊക്കെ പോയിട്ടുണ്ട്, ഇവർക്കൊക്കെ അറിയാം. ഇവിടുത്തെ വണ്ടിയുടെ 10 ഇരട്ടി വിലയുള്ള വണ്ടി ചുമ്മാ റോഡിലിട്ടേക്ക്. ഇവിടെ ചൊല്ലി വണ്ടി അങ്ങോട്ട് കൊണ്ടുവന്ന് എടുത്തു നേരിപ്പിച്ചു. ഈ കാർപോർച്ച് തന്നെ ഇല്ല, കുളത്ത് വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ അടിയിൽ കൂടെ ചങ്ങല ഇടിച്ച് കുളത്തേ ചങ്ങല ഇട്ട് പൂട്ടി, പിന്നെ ഗേറ്റ് പൂട്ടി. ചേട്ട വിഗ്രഹം വണ്ടി സൂക്ഷിക്കരുതെന്നോ വണ്ടി നന്നായിട്ട് ഉപയോഗിക്കരുതെന്നല്ല എൻ്റെ വാദം. ചിലക്കതങ്ങ് വിഗ്രഹം, ചിലക്ക് പിള്ളേരാ വിഗ്രഹം. മക്കളെ കോപത്തിന് നീ അവകാശം ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാ. ചിലക്ക് പിള്ളേരെ ഭയങ്കര പേടിയുള്ള മാതാപിതാക്കൾ, ഭയങ്കര പേടിയാ കൊച്ചുങ്ങളെ. എടാ, നീ അപ്പനാണെങ്കിൽ നിന്റെ ചെറുക്കൻ നിന്നെ പേടിച്ചാ ജീവിക്കേണ്ടത്. ഈ ചെറുക്കനെ പേടിച്ച് അങ്ങനെയുള്ള നീ ജീവിച്ചിട്ടൊന്നും വലിയ കഥയില്ല. നീ ചെയ്യേണ്ട കാര്യം പറയും. ഇപ്പൊ അങ്ങോട്ട് വരണ്ട, നേരെ ഇതിലെ തെന്മലയിലോട്ട് പോയി ഡാമിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് ചാടിയേക്കുക. എന്തിനങ്ങനെ ജീവിക്കുന്നു?
7 വയസ്സുള്ള ചെറുക്കനെ പേടിച്ച് 55 വയസ്സുള്ള അന്ത കയറിയിരിക്കും. എന്തോ അപ്പന എന്ന് പറഞ്ഞ് പിള്ളേരുടെ ക്രൂരമായിട്ട് ഇടപെടണമെന്നല്ല. പിള്ളേരെ സ്നേഹിക്കണം, ലാളിക്കണം, കരുതണം, സംരക്ഷിക്കണം. പക്ഷെ പിള്ളേരെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പനാണ് അപ്പന്റെ മലാഖി അങ്ങനെ, ഞാൻ അപ്പനാണെങ്കിൽ അപ്പന്റെ ബഹുമാനം എവിടെ? അങ്ങനെ അപ്പന് അമ്മമാര് കർക്കശമായി. ഞാൻ ഇന്നും വണ്ടിയെ വന്നപ്പോ ഞാൻ എന്റെ അമ്മ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഒത്തിരി കാര്യം പഠിച്ചേക്കുന്നത്. എന്റെ അമ്മ അപ്പനെ പറ്റി ഒരു കാര്യം പറയാൻ ഞങ്ങളെ അനുവദിക്കുകയല്ല. നമ്മൾ ചില ഈ ബാലിശ സ്വഭാവങ്ങളുണ്ടല്ലോ. ഒരിക്കൽ ഞാൻ പറഞ്ഞു, അല്ലേലും അച്ചായൻ അല്ലേലും അച്ചായൻ ഇങ്ങനാന്ന് പറയാൻ ഞാൻ പറഞ്ഞതാ. അല്ലേലും അച്ചായന്റെ സ്വഭാവം അച്ഛ ഇത് പറയാ, അത് പൂർത്തീകരിച്ചില്ല. പറഞ്ഞു അന്നേരം നിർത്തിച്ചു. അതായിരുന്നു എന്റെ അമ്മ. നിങ്ങളും അങ്ങനെ ആയിക്കോട്ടെ. ആൺപിള്ളാരോ പെൺപിള്ളാരോ അപ്പനെ പറ്റി എന്തെങ്കിലും അന്നേരം നിർത്തിക്കണം. ദീർഘം അല്ലേലും അച്ചായനെ നിനക്ക് ഇപ്പോഴേലും പിടി കിട്ടിയല്ലോ അച്ചായന് ഞാൻ ഇങ്ങനാ, നിങ്ങള് കള്ളി ഇതിൽ ഇടപെടുന്നവരെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വിളിച്ചു നിങ്ങളെ അല്ല പറഞ്ഞേ. പിള്ളേര് അപ്പനത് ഒരു അക്ഷര ഉരിയാടി അമ്മ നിർത്തും. ഞങ്ങളുടെ അമ്മ തല്ലുമായിരുന്നു, എന്നെ തല്ലും. അന്നേരം തന്നെ അടിച്ചു. അമ്മയ്ക്ക് നിങ്ങളെ പറ എത്തിയടിച്ചു എന്റെ കാരണത്തിട്ട് പറഞ്ഞ് പൂർത്തീകരിക്കത്തില്ല. ഞാനിതാ പറയാൻ ഉദ്ദേശിച്ചത്. അല്ലാലും അച്ചായന്റെ സ്വഭാവം ഇതാന്ന് പറയാൻ അത് പൂർത്തീകരിപ്പിച്ചില്ല അമ്മ ഒറ്റയടി ചെവിക്കലിന്. അന്നുകൊണ്ട് ഞാൻ നിർത്തി. പിന്നെ എന്റെ അച്ചായൻ മരിക്കുന്നത് വരെ ഞാൻ. അപ്പന്മാരും അങ്ങനെ ആയിരിക്കണം. അമ്മയുടെ കുറ്റം പിള്ളേര് പറയുമ്പോ ഇടാടാ നിർത്ത്, വേണ്ട ഞങ്ങൾ തമ്മിൽ തീർത്തോടാം. എന്നോടാര് പറഞ്ഞു അമ്മയെ ഭരിക്കാൻ? എന്നോടാര് പറഞ്ഞു അമ്മയെ ഷൗട്ട് ചെയ്യാൻ? നിന്നെ പ്രസവിച്ച സമയത്ത് അവള് മരിച്ചു പോകേണ്ടതാ. പറഞ്ഞു കൊടുക്കണ്ടേ? നീ എന്തിനാ തള്ളയുടെ നേരെ കയറി കൊമ്പ് കൊടുക്കണം? വേണ്ട അടിച്ചതിന്റെ ആണപ്പല്ല് താഴെ ഇടുമെന്ന് പറയണം. പിന്നെ കോസുകാർക്ക് ഇതൊന്നും ചെയ്യാൻ എന്ത് കോസുകാർക്ക് തല്ലാനൊക്കത്തില്ല പിള്ളേരെ പോലും. മോനെ ഒരു അടി അടിക്കൊക്കത്തിലുണ്ട്. സഭയിലെ വിഷയമാണ്. അമ്മയ്ക്കും മോളെ പരസ്പരം. അപ്പന്റെ കുറ്റം മക്കള് പറഞ്ഞാൽ, പെൺപിള്ളാരോ ആൺപിള്ളാരോ പറഞ്ഞാൽ അമ്മ അന്നേരം നിർത്തിക്കണം. അക്ഷരം മിണ്ടിക്കരുത്. ഇത് അമ്മയും മക്കളോട് ഒരു ഘട്ട എന്നുവെച്ചാൽ അയാളെ കപ്പക്കാലാക്കി അകത്തിട്ടിരിക്കുക. അയാൾ കാലായിൽ നിന്ന് കയറി വരുമ്പോ ഒരു തൊഴിയും കൂടെ അയാൾ കനാലിലും പോയി. ആ ക്ലോക്ക് ശരിയാണോ? അതാണോ കറക്റ്റ്? 12:30 ഇവിടെ എടുക്കട്ടെ. സ്തോത്രം. പ്രായമുള്ള മാതാപിതാക്കൾ വീട്ടിൽ കാണും. അവരെ ബഹുമാനിക്കണം, അവരെ ശുശ്രൂഷിക്കണം. കൊച്ചു പെൺപിള്ളേരുണ്ട്, അമ്മ കട്ടനിട്ട് എടി അപ്പച്ചനും കൊണ്ട് കട്ടൻ കൊടുക്കാൻ പറയണ്ടേ? അവള് മൊബൈലിൽ ഇങ്ങനെ ഇരിക്കുക. രാത്രി 2:30 മുതൽ തുടങ്ങിയതാ തോട്ടും മാന്തും. അമ്മ പറഞ്ഞു കൊടുക്കണ്ടേ? ഡേയ് അപ്പച്ചനമ്മ കാപ്പി ഉണ്ട് പറയണ്ടേ? അല്ല മറുഭാഷ മാത്രം പറഞ്ഞാൽ മതിയോ? അവിടെ നമ്മുടെ ഭൂതക്കുടി തങ്കമ്മ പറയാൻ പോലെ തങ്കമ്മ എന്നീ ഭാഷ പറഞ്ഞപ്പോ കൊച്ചൻ എന്ന് കേട്ട് നിൽക്കുക. അവന് പിടി കിട്ടുന്നില്ല. കൊച്ചൻ വന്ന അമ്മന്റെ എന്നെ അമ്മച്ചി എന്നെ പറഞ്ഞേ, ഞാനാ റൗഡി, നീ ആ റൗഡി, ഞാനാ റൗഡി, ആരാ റൗഡിന്ന്? കൊച്ചൻ ശ്രദ്ധിച്ചപ്പോ എല്ലാം റൗഡി എന്നാ വല്യമ്മച്ചിരുന്ന്. ഞാനാ റൗഡി, നീ ആ റൗഡി, ആരാ റൗഡി? കൊച്ചൻ ചെന്ന് ചോദിച്ചാൽ ആരാ അമ്മ റൗഡി? മറുഭാഷ മാത്രം പറഞ്ഞാൽ പോരാ, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കണം. സ്തോത്രം. അതല്ലേ ജീവിതം.
നമ്മളെ കണ്ട് എല്ലാരും പഠിക്കണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ചിലക്ക് വിഗ്രഹം കുഞ്ഞുങ്ങളാ, ചിലക്ക് വിഗ്രഹം വണ്ടി, ചിലക്ക് വസ്തു വീട, ഒത്തിരി ഉണ്ട്. അതിനെല്ലാം വീടണം. പ്രൈസ് ദി ലോർഡ്. കർക്കശമായി വേർപാട് പാലിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വേർപാട് ഉപദേശം പഠിപ്പിക്കണം. നേർച്ച ഒന്നും മേടിച്ച് കഴിക്കരുത്. കൂട്ടുകാർ ചിലപ്പോൾ കൊണ്ട് തരുന്നത് അവർ പിണങ്ങുമൊന്നും വേണ്ട. അയ്യോ ഞങ്ങൾ പെന്തിക്കോസുകാരായത് പറയണം, അത് അവരോട് പറഞ്ഞു കൊടുക്കണം. നേർച്ച സാധനങ്ങൾ മേടിച്ച് കഴിക്കരുത്. അതാണ് മലര് വെച്ചിരുത് തിന്ന് ശർക്കരയും കൂടി ചെറുതാടാ, ബാക്കി അവൻ്റെ തട്ടിയും പറിച്ചു. അവർ ചിലപ്പോൾ കൂട്ടുകാർ പൊട്ടൊക്കെ കൊണ്ടുവരും, ലിപ്റ്റിക്കും പൊട്ടും മേടിക്കരുത്. നഖത്തേൽ, ഇതിന്റെ കാലിന്റെ നഖത്തേലൊക്കെ അടിക്കുന്നുണ്ടല്ലോ എന്നാ നെയിൽ പോളിഷ്. ചൊല്ലി പറഞ്ഞു, എന്നാലും എഴുത്തി പറഞ്ഞു കുഴിനകമാ. അവക്ക് 10 പേരിലേലും കുഴിനകവാ, വല്ലാത്ത കുഴിനകവാ. കുഴപ്പമില്ല, കുഴി കിടക്കുമ്പോ പഠിച്ചോളും. സാറ് പണ്ടൊരു പാട്ട് പാടി, പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, പട്ടണത്തിനു പുറത്തെ മതിലിങ്കൽ കൂടി, ഒട്ടുമടി കാണാതുള്ള കൂരിരുട്ടിൽ പേടി, പെട്ട് നരകത്തിൽ താടാൻ തള്ളിയും വച്ചോടി, രാജാത്മജ വിരുന്നതിൻ വിവരം, രാജാത്മജ വിരുന്നതിൻ വിവരം, യോ മകാസാരം, രാജാത്മജ വിരുന്നതിൻ വിവരം. പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, പട്ടണത്തിനു പുറത്ത് മതിലിങ്കൽ കൂടി, ഒട്ടുമടി കാണാതുള്ള കൂരിരുട്ടിൽ പേടി, പെട്ട് നരകത്തിൽ താടാൻ തള്ളിയും വെച്ചോടി, രാജാത്മജ വിരുന്നതിൻ വിവരം, രാജാത്മജ വിരുന്നതിൻ വിവരം. ഉപമയോ വിവരം. ദൈവം കർക്കശമായി വേർപാട് പാലിക്കണം. ഞാന് എന്റെ കൂട്ടുവേലക്കാരോടെല്ലാം പറയാനുണ്ട്, സഭയ്ക്കകത്ത് കർക്കശമായ വേർപാട് പറയണം. ഉണർവ് യോഗം നടത്തിയത് കൊണ്ട് കാര്യമായില്ല. വാസപ്പാർത്തന വെച്ചു, അല്ലെ യോഗം വെച്ചു ഇളക്കുന്ന 3 പേരെ വിളിച്ചു, നന്നായിട്ട് ഇളക്കിയിട്ടേച്ച് അവൻ പോയി. കുറച്ചു കഴിഞ്ഞപ്പോ ഇവര് സഭയിൽ നിന്നും പോയി, അവൻ ഇളക്കേച്ചും പോയി. ഉപദേശം നന്നായിട്ട് പറയണം, വിശേഷിച്ച് വേർപാട് ഉപദേശം. ഇപ്പം അങ്ങനത്തെ പ്രസംഗമൊന്നും ആർക്കും ഇഷ്ടമല്ല, ഉടനെ മോഹമൊന്നും അല്ലാതാകും. ഈ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, ഞാൻ എല്ലാവരും ഒന്നും കണ്ടിട്ടില്ല, നിങ്ങൾക്ക് ചിലർക്ക് അറിയാം. മൺമറഞ്ഞ പിതാക്കന്മാരെല്ലാം കർക്കശമായിട്ട് ഉപദേശം പറഞ്ഞത് കൊണ്ടാണ്. അവരിളക്കുകാരായിരുന്നെങ്കിൽ ഇത് മുഴുവൻ കുഴഞ്ഞാനും. തിജുമച്ചൻ അവർകൾ അടിസ്ഥാന വേദോപദേശം ഇരുന്നങ്ങ് പഠിപ്പിക്കുകയോ, VT അപ്പച്ചൻ സഞ്ചരിക്കുന്ന സ്തോത്രം, മുണ്ടിപ്പള്ളി ചാക്കോച്ചായൻ അത്രയ്ക്ക് വചനത്തിൽ വലിയ പ്രാവീണ്യമില്ലെങ്കിലും ഭക്തനായിരുന്നു. കുന്നത്തങ്കര കുട്ടിയച്ചൻ, LP തോമസിന്റെ വല്യപ്പൻ, മൺമറഞ്ഞ CK ദാനിയേൽ അവർകൾ. കേട്ടിട്ടില്ലെങ്കിൽ CK ദാനിയേൽ അവരുടെ ബൈബിൾ ക്ലാസ്സിലൊക്കെ സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, മടുപ്പും തോന്നുകയില്ല, അത്ര അരക്കിട്ട് ഉറപ്പിക്കുക. VT ചാക്കോച്ചായൻ, സ്തോത്രം, VT ചാക്കോ. പിന്നെ നോർത്ത് ഇന്ത്യയിൽ പോയ
പ്രഗത്ഭന്മാര്, എം ഷൗമേൽ അവർകള്, ഡൽഹിയിലുണ്ടായിരുന്ന കട്ടൂട്ട് ചാക്കോച്ചായൻ, അതിപ്രാപ്തന്മാര്. സ്തോത്രം. ആദിമപിതാക്കന്മാർ അവര് നല്ലതുപോലെ ഉപദേശം. ആരൊക്കെ? പി എം ഫിലിപ്പ് സാറ്, അദ്ദേഹത്തിന്റെ ക്രൂശീകരണമൊക്കെ. സ്തോത്രം, സ്തോത്രം. അവരെയൊക്കെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. അവരിതിനെ അയവൊന്നും വരുത്തിയില്ല, ഇതിന് കൂട്ട് ചേർത്തില്ല, മായമൊന്നും ചേർത്തില്ല. അതുകൊണ്ട് അടിസ്ഥാനം നന്നായി. അതുകൊണ്ട് സഭയ്ക്കകത്ത് ചുമ്മാ ഒരു പ്രസംഗം പ്രസംഗിച്ച് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക, 5-6 പേരെ ഇളക്കി, 3 പേര് തുള്ളി, ഒരു സഹോദരി ബൈബിളിന്റെ പുറത്ത് കയറി തുള്ളി, 2 പെണ്ണുങ്ങൾ തുള്ളി ആണുങ്ങളുടെ ഇടയിലോട്ട് പോയി. പാസ്റ്റർമാര് പറഞ്ഞ അവരെ അങ്ങോട്ട്, അവരും തുള്ളിക്കോണ്ട. ഇതല്ല കൂട്ടായ്മ. തുള്ളി കണ്ണാടി ചവിട്ടി പൊട്ടിച്ചു, കുടിക്കാൻ വെച്ച വെള്ളവും തട്ടി ദൂരെ കളഞ്ഞു. വീട്ടിൽ ചെന്നപ്പോൾ ഷാളും കണ്ടില്ല, അത് ഉള്ളിയപ്പോൾ അവിടെ കണ്ടുപോയി. എന്നാ പറഞ്ഞു, നിങ്ങൾ വൈകിട്ട് പോകാൻ പുതിയൊരു ഷാള് മേടിച്ചിട്ട് അയാൾ സ്കൂട്ടർ എടുത്ത് പോയപ്പോ ഓട്ടോയ്ക്ക് ഇട്ടിടിച്ച് പുള്ളിയുടെ കാലും. നടന്ന സംഭവമായി പറയാനേ. പ്രൈസ് ദി ലോർഡ്. അല്ല, ഉപദേശം ശരിക്ക് പറയണം സഭയ്ക്കകത്ത്. കാരണം വല്ലാത്ത കാലലോകമായി കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കാൻ പിശാച് തന്ത്രം ഒരുക്കുക. കർത്താവ് വരാൻ താമസിച്ചാൽ, ദൈവം ആയുസ് ആരോഗ്യം തന്നാൽ, നാം മുമ്പേ കടന്നു പോയാൽ ഈ കുഞ്ഞുങ്ങൾ വേണം ഈ സഭ മുമ്പോട്ട് കൊണ്ടുപോകാൻ. അവരിത് നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ചെറുപ്പത്തിൽ പ്രൈസ് ദി ലോർഡ് അവരെല്ലാം വചനത്തിൽ തിട്ടമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇല്ല പിന്നീട് പറയും, ഇതായിരുന്നു ഞങ്ങൾ പണ്ട് കൂടിക്കൊണ്ടിരുന്ന സഭ. ഇപ്പൊ അവിടെ എന്നാ? ഇപ്പൊ അവിടെ സിമെന്റ് ഗോഡൌണാ. കണ്ടിട്ടില്ലേ ലോറി കൂടെ കൂടെ? കർത്താവ് വരാൻ താമസിച്ച ഒരു 30 കൊല്ലം കഴിഞ്ഞ് വരുമ്പം ഇതിന്റെ മട്ട് മാറണം. ഏരിയയെല്ലാം മേടിച്ച് വലിയ ഹോള് പണിത് ആത്മാക്കൾ ഇഷ്ടം പോലെ വരണം. എന്റെ പൊന്നെ, ചൈത്രയിലും കിട്ടിയതിൽ ദൈവത്തിന് മകത്ത്. അങ്ങനല്ല, ഹോള് വലുതാക്കി ആത്മാക്കൾ വന്ന് സഭയ്ക്കകത്ത് കയറണം. ഈ കുഞ്ഞുങ്ങളെല്ലാം ദൈവം ഉപയോഗിക്കണം. ദേശം വിടിവിക്കപ്പെടണം, ദേശം ഉണർത്തപ്പെടണം, കുടുംബങ്ങൾ ഇതിനകത്ത് കയർന്നു വരണം, സത്യത്തിന്റെ സാക്ഷികളായ അനേകർ മുൻപോട്ട് വരണം, ദേശം വിടുവിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ വരണമെങ്കിൽ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ ഉപദേശം പഠിപ്പിക്കണം. ഇതിപ്പോ പാസ്റ്റർമാരോട് ചൊല്ലി പറയാനുണ്ട്, പാസ്റ്റർ എല്ലാ കാര്യവും ഒന്നും പറയരുത്. മോൻ ബാംഗ്ലൂർ പഠിക്കാൻ ചെന്നപ്പോൾ അവിടെ സഭയിൽ പോയിട്ടുണ്ട്. അവൻ അവിടുത്തെ ആക്റ്റീവാണ്. പിന്നെ അവനാണ് അവിടെ ഗിറ്റാർ പ്ലേ ചെയ്യുന്നു. അവന്റെ ഒരു പന്ന താടി. അവൻ ആ കോഴ്സ് അവൻ ഇവിടെ കൊണ്ടുവന്ന് നടക്കുക. അതൊരു 3 മാസത്തെ കോഴ്സാണ്. അവിടെ കാച്ചട്ട ഇട്ടോണ്ട് അവൻ ഗിറ്റാറ്, കാച്ചട്ട എന്നല്ല പറഞ്ഞത്, വേറൊരു പേരന് ബർമൂഡ. നീ ആ കോഴ്സ് ഒന്നും ഇവിടെ ഇറക്കണ്ട. അതൊക്കെ ബാംഗ്ലൂർ കോഴ്സ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നന്നായിട്ട് ഉപദേശം പറയണം. ഇഷ്ടമുള്ളവൻ ഇരുന്നാ മതി. ഇത് മോഹന വാഗ്ദാനം കൊടുത്ത ഓരോരുത്തര് ഒരു 12 10 മിക്കവാറും ഉപദേശം കർക്കശമാക്കണ്ടേ? അടിസ്ഥാന ഉപദേശത്തിൽ ജനം നിൽക്കണ്ടേ? പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അതരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കണം. വായിച്ചേ മോളെ, മലാക്കി 3 ആ 2-ാം അധ്യായത്തിന്റെ ഇടല്ലേ? വായിച്ചേ. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ. മോളെ, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ 2-ാം അധ്യായം. മിടുക്കി ഉടക്കവാ. 23-ാം വാക്യവാ. 7.
പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അദ്രങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ച് വെക്കേണ്ടതിനും ഉപദേശം അവനോട് ചോദിച്ചല്ലോ. പഠിക്കേണ്ടതും പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതിന് ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതും. മോന്റെ പേരന് അലൻ. കുടിമീശയൊക്കെ ആയി, നന്നായിട്ട് വായിച്ചോണം. സ്തോത്രം. ബൈബിളെല്ലാം സിപ്പിട്ട് പോവാണ്. ഞാൻ പ്രസംഗം തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ പുരോഹിതൻ സൈന്യങ്ങളുടെ ദൂതനാകയാൽ അവന്റെ അതിന് പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കണം. പുരോഹിതൻ, ഉപദേശി, ശുശ്രൂഷകൻ, പാസ്റ്റർ. എന്നിട്ട് വിശ്വാസി പുരോഹിതന്റെ ഉപദേശം ചോദിച്ചു പഠിക്കണം. എന്ന് പറഞ്ഞാൽ പുരോഹിതൻ നന്നായിട്ട് ഉപദേശം പറയണം. അതിന് ഉപദേശം പറഞ്ഞില്ലെങ്കിൽ കുഴയും. ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞ് കാളക്കുട്ടി ഞങ്ങൾക്ക് ദൈവത്തെ ഉണ്ടാക്കി തരാൻ. അന്നേരം പുരോഹിതൻ പറയട്ടെ, നടക്കത്തില്ല പരിപാടി, ഇവിടെ നടക്കും. നിങ്ങൾ സഭ വിട്ടാലും കൊള്ളാം, സഭയിൽ ഇരുന്നാലും കൊള്ളാം, നടക്കുകയാണെന്ന് പറയണ്ടേ ആഗ്രഹം. ഉടനെ ആഗ്രഹം പറഞ്ഞാൽ എന്നാ കുണുക്കെല്ലാം കൂടെ പെട്ടെന്ന് കൊണ്ടുവരാൻ. കുണുക്കെല്ലാം കൂടെ. കാരണം പുള്ളിക്ക് പേടി ആൾക്കാരെല്ലാം വിട്ടുപോകുമെന്ന്. എടാ, തുമ്മുമ്പോ തെറിക്കുന്ന മൂക്കാങ്ങെ പോട്ടെ. കമ്പത്തിൽ നിന്ന് കാളെ അടിച്ചു കയറ്റുമ്പോൾ ആൾക്ക് ഗോളിനകത്ത് കയറ്റുന്നതല്ല സഭ. 5 എണ്ണം ഉള്ളെങ്കിൽ ഉപദേശത്ത് നിൽക്കണം. ചില പറഞ്ഞ് നമ്മൾ അങ്ങനെ ഉപദേശം പറഞ്ഞ അവര് നന്നായിട്ട് ടൈത്ത് തരുന്നതാ. സഭ വിട്ട് പോട്ടെ. കാത് കുത്തിയോൻ പോയാൽ കടുക്കനിട്ടവനെ കൊണ്ടുവരും. ഈ ദൈവത്തെ വിശ്വസിക്കും. ദൈവത്തിൽ ആദ്യം വിശ്വസിക്കും. ലോകത്തിലൊരു പണക്കാരനല്ലല്ലോ. ഇവിടെ വിശ്വസിച്ച അംബാനി അതിനകത്ത് കൊണ്ടുവരാൻ ദൈവം ചക്കുന്നല്ലേ? ഇല്ലേ? ദൈവം ശക്തനല്ലേ? സ്തോത്രം. ദൈവം സർവശക്തനല്ലേ? നീ ചാക്കോച്ചനെ പീഡിച്ചു, കറിയാച്ചനെ പീഡിച്ചു, തങ്കമാമിയെ പീഡിച്ചു. ഒരു ഉപദേശം താങ്കളൊന്നും ദൈവത്തിന് വിഷയമല്ല. താങ്ക പൂങ്ക. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഈ ജനം ദൈവത്തെ ഉണ്ടാക്കി തരാൻ പറയുമ്പോൾ ആഗ്രഹം പറയണ്ട. ദൈവത്തെ ഒന്നും ഉണ്ടാക്കാനൊക്കത്തില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഒരു സാദൃശ്യമോ രൂപമോ ഒന്നും പാടില്ലെന്ന് വായിച്ച ആവർത്തന പുസ്തകം. നിങ്ങൾ അതിന്റെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന് 4 ആദ്യം വായിച്ചേ. പെട്ടെന്ന് ഉറക്കമായിരുന്നു മോളെ. െങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഉള്ള യാതൊന്നിന്റെ പ്രതിമയും അരുത്. യാതൊന്നിന്റെ പ്രതിമയും അരുത്. ഒരു പ്രതിമയരുതെന്ന കർക്കശമായ ഉപദേശം. പിന്നെ അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. പിന്നെ ദൈവമാകുന്നു. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 15 മുതൽ വായിച്ചേ. ആവർത്തനം 4:15. ഉറക്കെ വായിരേ, മൈക്കിൽ കൂടെ വായിക്കേ. യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഒരു രൂപം കണ്ടില്ലല്ലോ. പിന്നെ എങ്ങനെ കാളക്കുട്ടിയുടെ രൂപം വന്നേ? നിങ്ങൾ ഒരു രൂപം കണ്ടില്ലല്ലോ. പുറപ്പാട് 3-ൽ മുൾപ്പടർപ്പ് കത്തുന്നു, എന്ത് ജാമ്പനാകുന്നുമില്ല. പക്ഷെ രൂപമൊന്നും കണ്ടില്ലല്ലോ. അങ്ങനല്ലേ? ഒരു രൂപം വായിച്ചേ മോളെ. ഒരു രൂപവും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെ എങ്കിലും പെണ്ണിന്റെ എങ്കിലും. ആണിന്റെ ഉണ്ടാക്കരുത്, പെണ്ണിന്റെ ഉണ്ടാക്കരുത്. സാദൃശ്യമോ അപ്പച്ചൻ ദൈവം, അപ്പച്ചനെ കൊണ്ട് അപ്പച്ചൻ ദൈവം, അപ്പച്ചോ
ഇപ്പഴാണ് അമ്മച്ചി തയ്യോ എന്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇടി. അടുത്ത വാക്യം വായി. ആണിന്റെ എങ്കിലും പെണ്ണിന്റെ എങ്കിലും സാദൃശ്യമോ ആ സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും പിന്നെ എങ്ങനെയാടാ കാളക്കുട്ടി വന്നത്? ഭൂമിയിലുള്ള ഒരു മൃഗത്തിന്റെ സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു എല്ലാം എടുക്കുന്നില്ല. ഒരു മൃഗത്തിന്റെ സാദൃശ്യം ഉണ്ടാക്കാം. അന്നേരം നടന്നത് 2 കൊമ്പുള്ള കാള, 4 കാലും. മുടുത്തൊരു വാലും, 2 വശത്തും നല്ല വൃത്തിയുള്ള പള്ളയും. സ്തോത്രം. അഗരവൻ പറഞ്ഞു കൊടുക്കട്ടെ ഇത് പറ്റത്തില്ലെന്ന്. സൈന്യങ്ങളുടെ കൂടെ ദൂതനല്ലേ. വിശ്വാസികൾ ചിലപ്പോ പലതും പറയും, മകുപ്പൊക്കെ വന്ന് പറയും, പക്ഷെ ഇങ്ങനെ ചെയ്യണോ അത് നോക്കത്തില്ല. അങ്ങനെ പുസ്തകം വെച്ചാ കാര്യങ്ങൾ. നീ ചിലപ്പോ സെക്രട്ടറി ആയിരിക്കും, ട്രഷറർ ആയിരിക്കും, കാജണ്ടെന്ന് നീ ആയിരിക്കും, കൗൺസിലായിരിക്കും, നീ കുന്തവും കോടാടിയൊക്കെ ആയിരിക്കും, പക്ഷെ ഉപദേശത്തിൽ കയറി കളിക്കരുത്. നിനക്ക് ചിലപ്പോ കാശുണ്ടായിരിക്കും, നിനക്ക് അവിടെ എസ്റ്റേറ്റ് കാണുമായിരിക്കും, തന്നല്ലേ വേണേ റബ്ബർ പാല് കുടിച്ചു. നിന്റെ ഉപ്പാപ്പനായിരിക്കും ചിലപ്പോ കൗൺസിൽ മെമ്പർ, അവൻ ഗുണമല്ല, കാശും കുറെ കാണും, ഉപദേശം വേറെയാ. സ്തോത്രം. അതിനാരെയും പേടിക്കൊന്നും ചെയ്യരുത്. ഓരോരുത്തരെയും പേടിക്കണ്ട. കർത്താവല്ലേ വിളിച്ചത്. ഭൂമിയിലുള്ള യാതൊരു ഇഴജാതി. അല്ല മോളെ, ഞാൻ ഇവരോട് ഒരു കാര്യം പറഞ്ഞു. ഒരു മൃഗത്തിന്റെ സാദൃശ്യം ഉണ്ടാക്കരുത്. അന്നേരം ഒന്നാമത്തെ പാസ്റ്റർ ഡോക്ടർ ഓണൻ ആരോൺ, PTH BD MTU MTH, പുള്ളിയുടെ പരസ്യം കൊടുത്തിട്ടുണ്ട്. പ്രാർത്ഥന, കൗൺസിലിംഗ്, ആരാധന. ആർക്കാ? ഡോക്ടർ ആരോൺ. ആരാടാ ഓടുന്നത്? എന്നാ ഓടി വാ മോളെ, ഉളി പോയിച്ച് വന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, ആ കൊച്ചു ഓടിയത് ഉടനെ അങ്ങോട്ട് നോക്കിയിരിക്കും, ഒരു സ്വോത്രം പോലും പറയുക. അപ്പൊ ഡോക്ടർ റവറന്റ് ആരോൻ കാളക്കുട്ടി ഉണ്ടാക്കി. അവരോ പറയണ്ട, ഇത് പാടില്ല, ഒരു മൃഗത്തിന്റെ രൂപം പോലും ഉണ്ടാക്കരുത്. കാരണം പുറപ്പാട് 3 ഒരു രൂപം കണ്ടില്ലല്ലോ. ഉൾപ്പടപ്പിലേ 3-ാം അധ്യായത്തിൽ രൂപം കണ്ടില്ല, പിന്നെ 32 അങ്ങനെ കാളെ കണ്ടു. 3-ാം അധ്യായത്തിൽ രൂപം കണ്ടില്ല, 32 പിന്നെ അങ്ങനെ കാള ഉണ്ടായി. അപ്പം മിസ്രൈമ്യർക്ക് 10 ദൈവങ്ങളുണ്ട്, അതിലൊരു ദൈവം ആ വിശുദ്ധ കാള. അപ്പൊ മിസ്രൈമിൽ നിന്ന് പോന്നപ്പോ കാളയും കൂടെ ഇഞ്ഞ് കൊണ്ടുപോകുന്ന, കാള കൂടെ ഇല്ലെങ്കിൽ അകത്തിരിക്കുക ആ കാള. പുറമേ പ്രൈസ് ദി ലോർഡ് ജീസസ്, ഗ്ലോറി, വിക്ടറി, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ ജീസസ്. പാമ്പ് ചീറ്റും പോലെ ചീറ്റുക, അകത്ത് കാള. പ്രൈസ് ദി ലോർഡ്. അകരോ പറഞ്ഞ് ക്രമപ്പെടുത്തണ്ടേ. നിങ്ങൾ സഭയിൽ നിന്നാലും കൊള്ളാം, സഭയിൽ പോയാലും കൊള്ളാം, കാള ഉണ്ടാക്കത്തില്ല. കാളയെ നല്ല ഒന്നിനും ഉണ്ടാക്കല്ല. ആണിന്റെ എങ്കിലും, വായിച്ച മോളെ, ആണിന്റെ എങ്കിലും പെണ്ണിന്റെ എങ്കിലും ഒരു മൃഗത്തിന്റെ എങ്കിലും പക്ഷിയുടെ സാദൃശ്യമോ ഇടജാതിയുടെ സാദൃശ്യമോ മത്സ്യത്തിന്റെ സാദൃശ്യമോ ഇതൊന്നും ഉണ്ടാക്കത്തില്ല. അതാ പ്രമാണം. ആണിന്റെ ഉണ്ടാക്കത്തില്ല, പെണ്ണിന്റെ ഉണ്ടാക്കത്തില്ല, പക്ഷിയുടെ ഉണ്ടാക്കത്തില്ല, പാമ്പിന്റെ ഉണ്ടാക്കത്തില്ല, മൃഗത്തിന്റെ ഉണ്ടാക്കത്തില്ല, മത്സ്യത്തിന്റെ ഉണ്ടാക്കത്തില്ല. ഇല്ല. പന്നിയും പട്ടിയും പല്ലിയും പാമ്പും ഇതൊന്നുമില്ല. ഞാനിത് പെന്തിക്കോസുകാരോടാ പറയുന്നത്. ഇത് പെന്തിക്കോസുകാരോടായി പറയുന്നത്. മറ്റുള്ളവരോട് പറയാൻ ഞാൻ ആളല്ല. ഇത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട്
ഈ കൂട്ടായ്മ എന്ന പെന്തിക്കോസുകാരോടാ പറയുന്നത്.